വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ ഒരാളെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റ് 2 പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാണെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളി കലേരിഭാഗം സ്വദേശിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച പ്രതി ശൂർനാട് സൗത്ത് ഇരവിച്ചിറ നടുവിൽ കൈലാസം വീട്ടിൽ 26 വയസ്സുള്ള അനന്തു ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. അനന്തുവിന്റെ സുഹൃത്തായ അരുണിന്റെ അമ്മാവനും 60 വയസ്സ് പ്രായമുള്ള വയോധികനെയാണ് അനന്തുവും അരുണും ഇവരുടെ മറ്റൊരു സുഹൃത്തായ അമലും ചേർന്ന് ആക്രമിച്ചത്. മുൻ വിരോധ നിമിത്തം ജൂലൈ 23 രാത്രി വയോധികന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ചീത്ത വിളിച്ചുകൊണ്ട് ജനാലയുടെ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ബഹളം കേട്ട് പുറത്തിറങ്ങിയ വയോധികനെ അനന്തുവും സംഘവും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആയുധം ഉപയോഗിച്ചുള്ള അനന്തുവിന്റെ മർദ്ദനത്തിൽ വയോധികന്റെ നെറ്റിയിലും മൂക്കിലും മുറിവുണ്ടാവുകയും മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു. വയോധികന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം ആരംഭിച്ച കരുനാഗപ്പള്ളി പോലീസ് പ്രതികളെ തിരിച്ചറിയുകയും അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട മാലുമ്മൽ സ്വദേശി അമലിനെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ നടത്തിവരുന്നതിനിടയിലാണ് അനന്തു കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പോലീസിന്റെ വലയിലായത്. ഏപ്രിൽ 14 ശൂരനാട് സ്വദേശിയായ യുവാവിനെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ വെച്ച് ഇടിക്കട്ട കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ഇയാൾ വീണ്ടും അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി ACP VS പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ V ബിജു, SI മാരായ ഷമീർ, ഷാജിമോൻ, ASI തമ്പി, ACPO മാരായ ഹാഷിം, രാജീവ് കുമാർ, CPO നൌഫൻ ജാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.